ആയിട്ട് എനിക്ക് വന്ന കുറച്ച് കേസുകളിൽ എല്ലാം ഓർത്തോ റിലേറ്റഡ് ആയിട്ടുള്ള കേസുകളാണെന്നുണ്ടെങ്കിൽ കൂടെ അവര് ഷുഗറിനെയും പ്രഷറിനെയും കൊളസ്ട്രോളിനെയും ഗ്യാസ്ട്രിക് ഇഷ്യൂസിനൊക്കെ മെഡിസിൻ കഴിക്കുന്നവരാണ്. അതിൽ അസിഡിറ്റി റിലേറ്റ് ചെയ്ത് മെഡിസിൻ കഴിക്കുന്നവരിൽ അവരെപ്പോഴും എൻ്റെ അടുത്ത് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെഡിസിൻ കഴിച്ചിട്ട് അവർക്ക് വയറ് വീർത്ത് കെട്ടി നിൽക്കുന്ന പോലെ തോന്നാം, നെഞ്ചരിച്ചിൽ തോന്നാം, അങ്ങനെയുള്ള കുറച്ച് കംപ്ലൈന്റ്സ് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ മെഡിസിൻ കഴിച്ചിട്ട് അത് എന്തുകൊണ്ടാണ് വരണേന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, ടൈമിനാണോ അവർ ഫുഡ് കഴിക്കുന്നത്. അപ്പൊ അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ മെഡിസിൻ കഴിക്കുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ ടൈമിന് ഫുഡ് കഴിച്ചില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ. പക്ഷെ ശരിക്കും അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. ആസിഡിറ്റി, ബ്ലോട്ടിങ്, അങ്ങനെ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ള പേഷ്യൻസിന് അവരുടെ വയറ്റിൽ ഉണ്ടാവുന്ന ആസിഡ് ഫോർമേഷൻ കൂടുതലായിരിക്കും. അപ്പോൾ ഡൈജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ആസിഡ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഫുഡ് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ആസിഡിന് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ അത് സ്റ്റൊമക് വാളിനെ അത് ഇറിറ്റേറ്റ് ചെയ്യും. ഡിറ്റി, ബ്ലോട്ടിങ് അങ്ങനെ ഇഷ്യൂസിന് കഴിക്കുന്ന പാൻഡോപ്പ് ആണെങ്കിലും പാൻഡോപ്രസോൾ, റാൻഡാക്ക്, ഈ മെഡിസിൻസ് ഒക്കെ മെയിൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഒന്ന് സ്റ്റൊമക് വാളിനെ പ്രൊട്ടക്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ആസിഡ് പ്രൊഡക്ഷൻ കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഫുഡും കൂടെ കഴിക്കാതെ ഇരുന്ന് കഴിഞ്ഞാല് അവിടെ ആസിഡ് ഇംബാലൻസ് ഉണ്ടാവും. കണ്ടിന്യൂസ് ആയിട്ട് ഗ്യാസ് ഇങ്ങനെ ഫോം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങൾ, അതായത് നെഞ്ചരിച്ചില്, പിന്നെ ബേണിംഗ് സെൻസേഷൻ, പിന്നെ സ്റ്റൊമക് ഡിസ്കംഫേർട്ട്, വയറുവേദന, അങ്ങനെയുള്ള കണ്ടീഷൻസ് കൂടുതൽ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും ഫുഡ് കഴിക്കുന്നതോടൊപ്പം തന്നെ മെഡിസിൻ എടുക്കണം എന്ന് പറയുന്നത്.